ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ മോനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന വഴിക്ക് കണ്ടതാട്ടോ നമ്മുടെ കൃഷ്ണകിരീടം പൂവ്. അപ്പോൾ എനിക്ക് ഓണപ്പൂ ഇടാനായിട്ട് അത് പറിക്കണമായിരുന്നു. അതുപോലെ തന്നെ ആനത്തകരയുടെ പൂവ് ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല കാടായിരുന്നു കേട്ടോ, നമുക്ക് കയറി പറിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കണക്കിന് കയറി പറിച്ചു, കാരണം നമുക്ക് പൂവിടാതെ പറ്റത്തില്ലല്ലോ. കുഞ്ഞുനാളിലൊക്കെ ഇതുപോലെ മുത്തശ്ശി പൂവട്ടിയൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ടൊക്കെ പോയി കൂട്ടുകാരുടെ ഒക്കെ കൂടെ പോയി ഇതുപോലുള്ള പൂക്കളൊക്കെയാണ് പറിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മേടിക്കുന്ന പൂവൊന്നും ഇടാറില്ല. ഇങ്ങനത്തെ പൂക്കളൊക്കെയാണ് ഇടാറ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പൂക്കൾ കുറവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോൾ നമുക്ക് പൂക്കൾ ഈ വർഷം ഒത്തിരി കുറവാണ്. വീട്ടിലാണെങ്കിലും കുറച്ച് പൂക്കളേ ഉള്ളൂ കേട്ടോ. അത് ഇപ്പോൾ ഇതാണ് ഞാൻ പറിച്ച് ആനത്തകരയുടെ പൂവ്. നല്ല ഭംഗിയില്ലേ, ഇതിനൊരു ചെറിയൊരു മണമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് പൂവാണ്. പിന്നെ ഞാനത് വണ്ടിയിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കൃഷ്ണകിരീടവും ഈ പൂവും ആനത്തകരയുടെ പൂവും, ഇതിൻ്റെ പൂവ് എനിക്കറിയത്തില്ല പൂവിൻ്റെ പേരെന്താണ്. അപ്പോൾ ഇത് ഇത്രയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഇന്ന് ഇടാമെന്നൊക്കെ വെച്ചു.